ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടോ ഞാൻ ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് മാങ്ങ അച്ചാറിടുന്ന വീഡിയോ ആണേ. അപ്പോൾ കുറച്ച് മാങ്ങ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് കഴുകി ഞാൻ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുക്കുകയാണ് കേട്ടോ. വൈകുന്നേരത്താണ് കേട്ടോ ഞാൻ ഈ അച്ചാറിടുന്നത്. പിന്നെ നമുക്ക് നോമ്പിനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ എല്ലാം റെഡി ആയതിനു ശേഷമാണ് ഞാൻ ഇതിന് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ മാങ്ങകളും ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെ ഞാൻ നുറുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അച്ചാറിടൽ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗവിലൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഞാൻ നല്ലെണ്ണ നല്ല കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇത് എടുത്ത് വെക്കാനുള്ളതും നല്ല, ഇതൊക്കെ 2-3 ദിവസം കൊണ്ട് തീരും. അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടുക് നന്നായിട്ട് തന്നെ ഒന്ന് പൊട്ടി വരട്ടെ. കടുകൊക്കെ നന്നായിട്ട് തന്നെ പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ഇഞ്ചിയാണ്. അപ്പോൾ ഇഞ്ചി ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും കുറച്ച് നേരം ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പാകത്തിന് തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്കിതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ആഡ് ചെയ്യാം. ആദ്യം തന്നെ ഇടുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് കേട്ടോ. ഈ മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടിയാണ്. ഇതിവിടെ 2 സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി മുളക് പൊടിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. മസാലകളുടെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉലുവപ്പൊടിയാണ് കേട്ടോ. ഉലുവ വറുത്ത് പൊടിച്ചതാണ്. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊടിയാണ്. അപ്പോൾ കായപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഈ മസാലയിലേക്ക് നമ്മൾ നുറുക്കി വെച്ചിട്ടുള്ള മാങ്ങ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. അങ്ങനെ എല്ലാ മാങ്ങ കഷ്ണങ്ങളും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മസാലയുമായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ മാങ്ങയും മസാലയും തമ്മിൽ നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സുർക്കയാണ് കേട്ടോ. മാങ്ങ കുറച്ച് പുളി കുറവാണ്. അപ്പോൾ കുറച്ച് സുർക്കയുള്ളൂ കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ സുർക്കയൊക്കെ ഒഴിച്ചിട്ട് മാങ്ങ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പിന്നെ അച്ചാറും പൊടി ചേർക്കാൻ ഞാൻ വിട്ടു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇപ്പോൾ ചേർത്തും കൊണ്ടിരിക്കുന്നത്. പിന്നെ അച്ചാറിൽ പാകത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ കാണുന്നില്ല കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഫോൺ സ്റ്റോറേജ് ഫുള്ളായതുകൊണ്ട് ഉപ്പിടുന്ന ഭാഗത്തായപ്പോൾ ഫോൺ ഓഫായി കേട്ടോ. അതുകൊണ്ടാണ് കാണാത്തത്. അപ്പോൾ പാകത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് തണുത്തതിന് ശേഷം വേണം നമുക്ക് കുപ്പിയിലേക്ക് ആക്കി വെക്കാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.